ഇസ്രായേലിന് ഇപ്പോഴും സർവ്വവിധ പിന്തുണയും നൽകുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ഒരു പീസ് മേക്കർ ആവുന്നത്, എങ്ങനെയാണ് ഒരു യൂണിഫയർ ആവുന്നത്? എല്ലാ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഞാൻ ചുങ്കം ഏർപ്പെടുത്തും, ഞങ്ങളുടെ, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നാൽ ഞങ്ങൾ ചുങ്കം ഏർപ്പെടുത്തും. പിന്നെ ഡീഡോളറൈസേഷന് പോയാൽ 100% ചുങ്കമായിരിക്കും ഏർപ്പെടുത്തുക എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു യൂണിഫയറും ഒരു പീസ് മേക്കറുമായി മാറുന്നത്? യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഇന്ത്യൻ ആശങ്കകൾക്ക് പരിഗണന നൽകാത്ത ഒരു ഭരണകൂടമാണ് അമേരിക്കയിൽ വന്നിരിക്കുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കേണ്ട സമയം ആയോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒട്ടനവധി വിഷയങ്ങൾ, ഇപ്പോൾ ഊർജ്ജ നയമായിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ, കാലാവസ്ഥാ വ്യതിയാനമായിക്കോട്ടെ, വ്യാപാരമായിക്കോട്ടെ, ആഗോള നികുതി ആയിക്കോട്ടെ, പൗരത്വ മാർഗങ്ങളായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എല്ലാവരും ഇന്ത്യ അമേരിക്ക ബന്ധം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മേഖലകളാണ്. പൂർണ്ണമായും ഇന്ത്യക്ക് അവിശ്വസനീയനായ ഒരു നേതാവാണ്, ഒരു ഭരണകർത്താവാണ് അല്ലെങ്കിൽ തലവനാണ് ട്രംപ് എന്ന് കരുതാറായോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? നമുക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. 2024 ലോകവ്യാപകമായി തിരഞ്ഞെടുപ്പ് വർഷമായിരുന്നു. പല രാജ്യങ്ങളിലും അവിടെ തിരഞ്ഞെടുപ്പുണ്ടായി. പല രാജ്യങ്ങളിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ പ്രധാനപ്പെട്ട 2 ജനാധിപത്യ രാജ്യങ്ങളിൽ, ഒന്ന് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലും ഏറ്റവും കരുത്തേറിയ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന US-ലും തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വന്നു എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ, ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് വലിയ സൗഹൃദമായിരുന്നു. വലിയ തോതിലുള്ള സൗഹാർദ്ദ പ്രകടനങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് അനുകൂലമായ, ഇന്ത്യക്ക് ഗുണകരമായ നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും ട്രംപ് മാറും എന്നല്ല. ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അൺപ്രഡിക്റ്റബിൾ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. നാളെ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, നാളെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റേതൊരു പ്രോ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നിലപാട് എന്നുപോലും പറയാൻ കഴിയില്ല. കാരണം അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നിലപാട് തന്നെയാണല്ലോ എല്ലാ പ്രസിഡന്റുമാർക്കും ഉണ്ടാവുക. ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോക സമൂഹത്തോട്, ആഗോള സമൂഹത്തോട്, മാനവരാശിയോട് അമേരിക്ക പുലർത്തുന്നതായ മര്യാദകളും രീതികളും, നീതിപൂർവകമായ ഒരു സമീപനം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ, അതൊക്കെ പാടെ മറികടന്നുകൊണ്ട് ഒരു കഠിനമായ വലതുപക്ഷ തീവ്രവാദിയെപ്പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും ശാശ്വതമായ നേട്ടം ഉണ്ടാകും, നമുക്ക് അംഗീകരിക്കാവുന്ന, നമുക്ക് സ്വീകാര്യമായ ഒരു ബന്ധത്തിലേക്ക്, ഇന്ത്യ അമേരിക്ക ബന്ധത്തിലേക്ക് ട്രംപും നരേന്ദ്രമോദിയും ചേർന്ന് ഒരു കാലഘട്ടം സൃഷ്ടിക്കും എന്ന് കരുതാൻ വയ്യാത്ത, അത്യധികം ഒരു ഉത്കണ്ഠാകുലമായ, ഒരു ആശങ്ക ജനിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നടപടികൾ, നിരവധിയായ നടപടികൾ അത് ട്രംപ് തുടങ്ങിക്കഴിയുകയും ചെയ്തു. യെസ്, ഞാൻ മടങ്ങിയെത്തും. നിർമ്മൽ എബ്രഹാം, ഇപ്പം നമ്മൾ ഈ ചർച്ച തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. മോദി തന്നെ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്, ഡിലൈറ്റഡ് ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, കൺഗ്രാജുലേറ്റഡ് ഹിം ഓൺ ഹിസ് ഹിസ്റ്റോറിക്കൽ സെക്കൻഡ് ടേം. We are committed to a mutual, beneficial, trusted partnership. We will work together for the welfare of the people and towards global peace and prosperity എന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുമോ? ശ്രീ നിർമ്മൽ, ചോദ്യനോടാണോ? അതെ അതെ. ഓക്കെ, ഇല്ല, ഇപ്പൊ ഇതില് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ടാരിഫിന്റെ കേസ് എടുത്ത് പറഞ്ഞു, H1B വിസയുടെ കേസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഇന്ത്യക്കാരെ സാരമായി ബാധിക്കേണ്ടിയ മേഖലകൾ. അതിൽ ടാരിഫിന്റെ കേസിൽ ഇതെല്ലാം ഇതിന്റെ ക്ലാഷ് വരുന്ന ഇതാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മോദി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ അവർക്ക് അമേരിക്ക ഫസ്റ്റ് ആണ്, ഇവിടെ ഇന്ത്യ ഫസ്റ്റ് ആണ്. അവിടെ മേക്ക് ഇൻ അമേരിക്കയാണ്, ഇവിടെ മേക്ക് ഇൻ ഇന്ത്യയാണ്. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിന്റെ ക്ലാഷ് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, ആദ്യത്തെ ടേമിനേക്കാൾ അല്പം കൂടെ ബുദ്ധിമുട്ടുകൾ വരും. ഫോർ എക്സാമ്പിൾ, ഈ ട്രംപ് പ്രസിഡൻസിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉണ്ടാക്കിയ 1-2 റിമാർക്സും
അതേപോലെ ഇലോൺ മസ്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളും പറയാം. ഇപ്പൊ ട്രംപ് 2023-ലും 2021-ലും റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമാണ് ഹാർലി ഡേവിഡ്സൺ, നമ്മുടെയൊക്കെ യുവാക്കളുടെ ഹരമായ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഞങ്ങൾ ഇന്ത്യയിലോട്ട് വിടുന്നു. അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ കാലത്തിന് അദ്ദേഹം പറഞ്ഞ സമയത്ത് 75% എക്സൈസ് ഡ്യൂട്ടിയും അതിനുമേൽ 28% GST, അതിനുമേൽ 3% സർചാർജ് ഉൾപ്പെടെ 106% ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഇന്ത്യക്കാരൻ മേടിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ബൈക്കിന് ഇത്രയും ഡ്യൂട്ടി, എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന റോയൽ എൻഫീൽഡ് ബൈക്കിന് ഞങ്ങൾ 2.5% ഡ്യൂട്ടി വെക്കുന്നത്. അതെന്ത് ന്യായമാണ് എന്ന് അദ്ദേഹം 2021 പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എനിക്ക് റേറ്റ് കുറച്ചു. 800 cc മേളിലുള്ളതിനെ 75% 50% താത്തി. പക്ഷെ അപ്പോഴും ട്രംപ് പറഞ്ഞു ഇതൊന്നും പോരാ, ഞങ്ങൾ 2% പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 50% നിൽക്കുന്നത് എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യങ്ങളാണ്. അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്ലീസ് ചെയ്യുന്ന, അതായത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. ഇന്ത്യ അത് ബാലൻസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ചില മേഖലകളിലൊക്കെ അമേരിക്ക കയറി പറ്റാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അവർക്ക് ടാരിഫ്സ് ചില മേഖലകൾ നമ്മൾ കുറച്ചു കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഇലോൺ മസ്ക് കടന്നു വന്നു. അതും ട്രംപ് പ്രസിഡൻസിയിൽ ഇല്ലായിരുന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് ഓർമ്മയുണ്ടോ, 2 വർഷം മുന്നെയാണ് സംഭവിക്കുന്നത്. ടെസ്ല ഇന്ത്യയിലോട്ട് കടന്നു വരാൻ ശ്രമിക്കുന്നു. ഇന്ത്യ 60% ഇതേപോലത്തെ ടാക്സ് റേറ്റുകളൊക്കെ അങ്ങോട്ട് ഇലോൺ മസ്കിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത്ര ശതമാനം ടാക്സ്, അതിനുമേൽ ഇത്ര ശതമാനം ടാക്സ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കൊണ്ടിരുന്ന വണ്ടി ഇവിടെ വിൽക്കണമെങ്കിൽ ഒരു 55-60 ലക്ഷം രൂപയാകും. ഉടനെ മസ്ക് പറയുന്നു നടക്കത്തില്ല, ഞാനിത് BMW-നോടും ഔഡിയോടും കമ്പീറ്റ് ചെയ്യാനല്ല, ഇവിടെയുള്ള നിങ്ങളുടെ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന് ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഞാൻ വരുന്നത് അദ്ദേഹം പറഞ്ഞു. പോയി പണി നോക്കിക്കോളാൻ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്ത സജഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ വന്നൊരു പ്ലാന്റ് തുടങ്ങിക്കോന്നാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ പറഞ്ഞ ഇലോൺ മസ്ക് ഇപ്പൊ ട്രംപിന്റെ ഒപ്പമാണ്. ഒരു പക്ഷേ ഇലോൺ മസ്ക് കൂടെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെയുള്ള ഇലോൺ മസ്ക് കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ടാരിഫിലൊക്കെ ഇതൊരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് ട്രംപ് ഉപയോഗിക്കും. അന്ന് ട്രംപിന്റെ വാക്കിൽ തന്നെ 75% 50% ഹാർലി ഡേവിഡ്സന്റെ ടാരിഫ് കുറഞ്ഞെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും പല മേഖലകളിൽ, ബൈക്കിന്റെ മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും ഇൻക്ലൂഡിംഗ്. ഞാൻ മടങ്ങി വരാം, കൂടുതൽ സമയം താങ്കൾക്ക് തരികയും ചെയ്യാം. ശ്രീ TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TP ശ്രീനിവാസൻ, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൽ നിന്ന് നമ്മൾ നേരത്തെ പുറത്തായി. 100% താരിഫ് ബ്രിക്സ് രാജ്യങ്ങളുടെ മുകളിൽ ചുമത്തും എന്ന പരാമർശം ട്രംപിൽ നിന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ട്രംപുമായി സംസാരിച്ചതിൻ്റെ കാര്യം ഇപ്പോൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദി ഇത് പറയുന്നതെങ്കിലും അത്ര കണ്ട് ട്രംപിനെ വിശ്വസിക്കാമോ എന്ന ചോദ്യം ഉയരുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടേതായ പരിമിതികളുണ്ട്. അങ്ങെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ട്രംപിന് എന്തു മാറ്റമുണ്ടോ? ടോട്ടൽ അൺപ്രഡിക്റ്റബിലിറ്റി ആണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. സോറി, യെസ്, ഞാൻ ശ്രീ TP ശ്രീനിവാസനിലേക്ക് മടങ്ങി വരാമെന്ന് സാങ്കേതികമായ എന്തോ തകരാറുണ്ട്. ശ്രീ നിർമ്മൽ, താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ടെസ്ലയുടെ നീക്കമായിരുന്നു. പിന്നീട് എലോൺ മസ്ക് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി. ക്യാമ്പയിൻ ഘട്ടത്തിൽ തന്നെ ആ സൗഹൃദം നമ്മൾ കണ്ടതുമാണ്. ഈ ഒരു കച്ചവടക്കാരൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ട്രംപിനെ ഭയക്കേണ്ടതുണ്ടോ? അല്ല, ട്രംപിനെ ഭയക്കേണ്ടത് നേരത്തെ TP ശ്രീനിവാസൻ സാർ തുടങ്ങി വെച്ചതെന്ന് ഞാൻ തുടരാം. ഒരു കച്ചവടക്കാരനും ഒപ്പം തന്നെ വോൾട്ടാലിറ്റിയാണ് ട്രംപിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത്. ഇന്ന് എന്ത് പറയും നാളെ അത് ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. ഇന്ന് പറയുന്ന കാര്യം നാളെ കംപ്ലീറ്റ്ലി പുള്ളി എതിർത്ത് പറഞ്ഞെന്ന് വരും. സോ അങ്ങനെയുള്ള ഒരു ഡൈനാമിക് അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഫസ്റ്റ് എന്നല്ല, എക്സ്ട്രീം ഒരു ഐഡിയോളജി. അമേരിക്ക മാത്രം, വേറെ ആൾക്ക് എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നൊന്നും എനിക്കറിയണ്ട. എന്റെ രാജ്യമായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു ബിസിനസ് മാൻ എന്ന് വേണേൽ പറയാം, പ്രസിഡന്റിനപ്പുറം. അത് മറ്റുള്ള രാജ്യങ്ങളെ സാരമായി ബാധിക്കും. ഇന്ത്യയെ മാത്രമല്ല, ഇപ്പൊ ചൈനയ്ക്ക് മേൽ ടാരിഫ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ത്യക്കാരെല്ലാം തന്നെ ആഘോഷിക്കുകയുണ്ട്. നല്ല കാര്യം, നമുക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും ഇൻഡയറക്ട്ലി ഇത് ഇന്ത്യയെ ബാധിക്കും. കാരണം വെച്ചാൽ ചൈനയ്ക്ക് അത്രയും വലിയ ടാരിഫ് ഉണ്ടാകുമ്പോൾ ചൈന അത് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക്
ഒന്ന്, അവർ എക്സ്പോർട്സ് കൂട്ടും. ഇപ്പൊ ഇന്ത്യയുടെ പല എക്സ്പോർട്സും, ഇന്ത്യ ഇപ്പൊ എക്സ്പോർട്ട് സർപ്ലസ് ആണ്, പ്രത്യേകിച്ച് അമേരിക്കയുള്ള രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കൂടുതലല്ലേ, ഇങ്ങോട്ട് വാങ്ങുന്നതിന്റെ ഇരട്ടിയോളം ഏകദേശം അമേരിക്ക കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിട്ട് ചൈന വളരാൻ ശ്രമിക്കും. ഒപ്പം അതിന്റെ റിപ്പർക്കഷൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ മാത്രം അദ്ദേഹം വെക്കുന്ന ടാരിഫുകളിൽ മാത്രമല്ല പറയുന്നത്, പൊതുവെ മറ്റു രാജ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പൊതു പ്രിൻസിപ്പിൾസിലും റിപ്പിൾ എഫക്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. യെസ്, ശ്രീ ജോസഫ് ആന്റണി, നമ്മൾ ഇത് ഒരു ഇന്ത്യ സെൻട്രിക്കായി നോക്കുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനിലേക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിച്ചത് അവിടെ വലിയ ഇഷ്യൂ ആയി മാറുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ഘട്ടത്തിൽ അമേരിക്കൻ സഹായം ഇല്ലാതാവുകയാണ്. ഏതാണ്ട് $200 മില്യൺ സാമ്പത്തിക സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് അത് അസ്ഥിരമാകുന്നത്. പാകിസ്ഥാനെ സംബന്ധിക്കുന്നിടത്തോളം അത് $1 ബില്യൺ അവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇതെല്ലാം നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായും അത് ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു ഗുണകരമാകുന്ന നീക്കങ്ങളായി മാറും എന്ന് കരുതാനാകുമോ? ഇപ്പോൾ ചൈനയുടെ കാര്യം നിർമ്മൽ പറഞ്ഞു, അത് ചിലപ്പോൾ നമ്മളെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കാം. പക്ഷേ ഈ ഇതുപോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ, അവരുടെയൊക്കെ ഈ സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകും? നമ്മൾ ഇന്ത്യ അമേരിക്ക ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രംപിൻ്റെ കാലത്തെ ഒന്നാം ട്രംപ് കാലത്ത് നമ്മൾ പിന്നെ ചിലരൊക്കെ പറഞ്ഞു വളരെ അടുത്ത പ്രധാനമന്ത്രിയുടെ വളരെ അടുത്ത സുഹൃത്താണ്, ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശേഷിപ്പിക്കുകയുണ്ടായി. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനഃപൂർവ്വം കാണാതെ പോകുന്നൊരു കാര്യം, ഈ അമേരിക്കയിൽ ഇതുവരെ ഉണ്ടായി, ഇപ്പോൾ ഇദ്ദേഹം 47ാമത്തെ പ്രസിഡൻ്റാണ്, ഇതുവരെ ഉണ്ടായി അടുത്ത കാലത്തുണ്ടായ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ച ഒരു പ്രസിഡന്റ് ഇല്ല, ട്രംപ് അല്ലാതെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു സമ്പദ് വ്യവസ്ഥയും നമ്മുടേത് പിന്നെന്താണ്, അവിടെ ഒരു $28 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടേത് $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടേതൊരു വികസ്വര രാജ്യമാണ്, അവരുടേത് വികസിച്ച് കഴിഞ്ഞ രാജ്യമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇറക്കുമതിക്കൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയില്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാൻ കഴിയത്തില്ല. നരേന്ദ്രമോദിയെ പോലെ വളരെ ഉദാരമായ സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക നയങ്ങൾ നടത്തുന്ന ആളിന് പോലും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ട്രംപിൻ്റെ രാജ്യത്ത് നിന്ന് വരുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ഏർപ്പെടുത്താൻ അദ്ദേഹം തുനിഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം നമ്മളെ ഇപ്പോൾ ഇവിടെ നിർമ്മൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെ അദ്ദേഹം ഈ ചുങ്കത്തിൻ്റെ ടാക്സിൻ്റെ കാര്യത്തിൽ, ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിൽ നിന്നും ഉള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഈ ടാക്സ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് നമ്മളെ കളിയാക്കിക്കൊണ്ട് ട്രംപ് വിളിച്ചത് ഇന്ത്യ ചുങ്ക രാജാവാണെന്നാണ്. അദ്ദേഹം അത് ഒരു കളിയാക്കി തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ H-1B വിസയുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടുന്ന് കുടിയിറക്കപ്പെടാനിരിക്കുന്ന 1,10,00,000 ആളുകളിൽ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്കാരാണ്, ഈ അനധികൃത കുടിയേറ്റക്കാർ. അതുപോലെ തന്നെ ഈ ഇവിടെ നമുക്കറിയാം, അവിടെ നമ്മൾ ലീഗലായിട്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും പൗരത്വം ലഭിക്കാത്ത നിരവധി ആളുകളുടെ കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുമ്പോൾ തന്നെ 1868 ഭരണഘടനാ ഭേദഗതി പ്രകാരം അവർ പൗരന്മാരായി കഴിഞ്ഞു. ആ പൗരത്വത്തെ പോലും ഇല്ലാതാക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ അദ്ദേഹം പുറപ്പെടുവിച്ചത്. അത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം അതിന് വരെ തുനിഞ്ഞു. അതായത് എന്തെങ്കിലുമൊക്കെ മുടക്ക് ന്യായം പറഞ്ഞിട്ട് അദ്ദേഹം അതുപോലും എടുത്തുകളയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നിരവധി ലക്ഷക്കണക്കായിട്ടുള്ള ഇന്ത്യക്കാർ അവിടുന്ന് തിരിച്ചു വരേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു. അത് അദ്ദേഹം ഒന്നാം ട്രംപ് കാലത്ത് പോലും H-1B വിസയ്ക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും ഒരു ഘട്ടത്തിൽ നിരോധിക്കാനും വരെ അദ്ദേഹം തുനിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള H-1B വിസയുടെ കാര്യത്തിൽ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന ആ സംഭവം പൂർണ്ണമായും നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കിയപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? $500 കോടിയോളം ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് പൂർണ്ണമായും നിർത്തലാക്കി. അത് ഈ ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് നടന്നതാണ്. ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങളുടെ മേൽ അധികമായ ചുങ്കം ഏർപ്പെടുത്തിയത് ട്രംപിൻ്റെ ഭരണകാലത്താണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പറയാം, കാലാവസ്ഥാ കരാറിൽ നിന്ന് അദ്ദേഹം പിന്മാറിക്കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അമേരിക്ക അല്ല ഉത്തരവാദി, ഇന്ത്യയും ചൈനയുമാണ് ഉത്തരവാദി. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നാണ്.
ഇറാൻ കരാറിൽ നിന്ന് പിന്മാറി. പിന്നെ 2018 ഇറാൻ കരാറിൽ നിന്ന് പിന്മാറി ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതായത് ഒരു സാധാരണ വിലയിൽ നിന്ന് അല്പം കുറഞ്ഞ വിലയ്ക്ക് പിന്നെ ഇറക്കുമതി ചെയ്തിരുന്നത് നമ്മുടെ ഒരുപാട് റിഫൈനറികൾ ഇറാൻ്റെ എണ്ണ ഇറക്കുമതി പിന്നെ ശുദ്ധീകരിക്കുന്ന പിന്നെ എണ്ണ ശുദ്ധീകരണ ശാലകളായിരുന്നു. അത് നിർത്തലാക്കിയതോടുകൂടി നമ്മൾ കൂടിയ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഒരുപാട് എണ്ണ ശുദ്ധീകരണ ശാലകളിൽ അവ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏതെല്ലാം തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ബുദ്ധിമുട്ടിക്കാവോ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തു. പിന്നെ ദ്രോഹം നമ്മൾ ചെയ്തത് ഈ വികസ്വര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എന്നൊരു കാറ്റഗറി ഉണ്ട് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ. വികസിത നമ്മൾ വികസ്വര രാജ്യമാണ്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതിന് നമുക്ക് കയറ്റുമതിയിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. നമ്മളെ ആ കാറ്റഗറിയിൽ നിന്ന് വെട്ടി ട്രംപ് എന്നിട്ട് വികസിത രാജ്യത്തിൻ്റെ പട്ടികപ്പെടുത്തി. വികസിത രാജ്യത്തെ പട്ടികപ്പെടുത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ പുറത്ത് അധികമായ ചുങ്കം ഏർപ്പെടുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഇന്ത്യ ട്രംപിൻ്റെ ഒരു നോട്ടപ്പുള്ളി രാജ്യമായി മാറിയിരുന്നു. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ എന്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഗുണം പ്രതീക്ഷിക്കേണ്ടത്? ഗുണം പ്രതീക്ഷിക്കാം ഒരു കാര്യത്തിൽ, ഈ തന്ത്രപരമായ പിന്നെ ബന്ധം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അവരുടെ ആയുധങ്ങൾ നമുക്ക് നൽകുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ ഉദാരമതിയായിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്ക ഒരു വെല്ലുവിളിയായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചൈനയുടെ മേഖലയിൽ തടയാൻ ഇന്ത്യക്കാണ് നല്ലപോലെ കഴിയുക. അതുകൊണ്ട് ചൈനയ്ക്ക് തന്ത്രപരമായ പിന്നെ എതിരാളി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് എല്ലാ സഹായങ്ങളും നൽകും. ആ അർത്ഥത്തിൽ ഈ ഇറക്കുമതി കയറ്റുമതി കാര്യത്തിലല്ല, ഇങ്ങനെയുള്ള ആയുധത്തിൻ്റെയും തന്ത്രപരമായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ. അത് നമുക്കറിയാം. ഈ ക്വാഡിൻ്റെ പിന്നെ സ്ക്വാഡ് എന്ന് പറയുന്ന സഖ്യത്തെ ശക്തിപ്പെടുത്താം, ഇൻഡോ പസഫിക് കൂട്ടായ്മയെ ശക്തിപ്പെടുത്താം. ഈ തരത്തിലെല്ലാമുള്ള തരത്തിൽ ഇന്ത്യ ഞങ്ങളുടെ അടുത്ത പങ്കാളിയാണ്, ഞങ്ങളുടെ സ്ട്രാറ്റജിക് പങ്കാളിയാണ്, ഞങ്ങളുടെ നോൺ നാറ്റോ ഫ്രണ്ടാണ്. ഈ മാതിരിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകും എന്നുള്ളതല്ലാതെ ഞാൻ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രസിഡന്റ്, ട്രാൻസാക്ഷനിസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ്, അങ്ങനെയുള്ളൊരു പ്രസിഡന്റ് എന്ന് മാത്രമല്ല വേറൊരു വലിയ അപകടമുള്ളത്, അദ്ദേഹത്തിന് ഇനി പ്രസിഡന്റ് പദവിയൊക്കെ മത്സരിക്കാൻ കഴിയത്തില്ല. അവസാനത്തെ ടേമാണ് അദ്ദേഹം. അവസാനത്തെ ടേമിൽ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ 4 വർഷമാണുള്ളത്. ഈ 4 വർഷം കൊണ്ട് എന്തെല്ലാം തരത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ പോവുക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു നയതന്ത്ര സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം അനിവാര്യമാണോ? ഇന്ത്യ ഈ അമേരിക്ക ഇന്ത്യ സൗഹൃദം എന്നത് നമ്മൾ വലിയ ഗർവോടെ കൂടി കൊണ്ടു നടന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ ട്വീറ്റും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. പക്ഷേ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ്, ഒരു തന്ത്രപരമായ ഒരു വ്യതിയാനം നമ്മുടെ ഈ നയതന്ത്ര നയങ്ങളിൽ വേണം എന്നൊരാവശ്യം ശക്തിപ്പെടാൻ സാധ്യതയുണ്ടോ? അല്ല, ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടേണ്ടത് ഒരു സർഗാത്മകമായ വികാസം പ്രാപിക്കേണ്ടത് അത് നരേന്ദ്രമോദിയുടെയോ ട്രംപിൻ്റെയോ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതം അത്രമാത്രം അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോഴും അവർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ അത് അമേരിക്കയാണ്. ആ കാരണങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ വിശദമായി പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ശക്തമായ ഒരു ബന്ധം, സുഹൃത്ത് ബന്ധം ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല. അവിടെയാണ് നമുക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡൻറ്റ്, റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റ് അമേരിക്ക ഭരിക്കുമ്പോൾ ഇന്ത്യയോട് എത്രമാത്രം സൗഹൃദം കാണിച്ചാലും, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എത്രമാത്രം സൗഹൃദഭാവം, ആത്മബന്ധം ഒക്കെ അദ്ദേഹം പ്രകടമാക്കിയാലും അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നയം അമേരിക്കയാണ്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്. അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വരില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ കാനഡയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, കാനഡയോട് അമേരിക്കയുടെ ഒരു സംസ്ഥാനമായിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പനാമ കനാൽ ഞാൻ താൻ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യയുടെ മേൽ സാമ്പത്തിക ഉപരോധത്തിന് പകരം എണ്ണവില, അവരുടെ എണ്ണക്കച്ചവടത്തിൽ ഇടപെട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാക്കി അങ്ങനെയുള്ള ഒരു നീക്കങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ
ഇന്ത്യയോട് അദ്ദേഹം കാണിക്കുന്ന ഈ സൗഹൃദം അത് കേവലം പ്രകടനപരമായ ഒന്നായി മാത്രം മാറാനാണ് സാധ്യത. പൊതുവേ അമേരിക്കയിൽ രണ്ട് തരം പ്രസിഡന്റുമാരെ ഉണ്ടാവാറുള്ളൂ. ഒന്നുകിൽ റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ പൊതുവേ ഇന്ത്യയോട് അത്ര താല്പര്യം കാണിക്കുന്നവരല്ല. ചരിത്രപരമായ കാരണങ്ങളായി കാണുമായിരിക്കാം. അവരുടെ മനോഭാവം അങ്ങനെയാണ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ വലിയ ഐസനോവറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നിക്സൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സമീപനം എപ്പോഴും ഇന്ത്യയോട് അത്ര ആനുകൂല്യമുള്ളത് ആകണമെന്നില്ലായിരുന്നു. ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിതീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വലതുപക്ഷ പ്രസിഡന്റ്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബാനറിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം വലിയ തോതിൽ പല നിയമങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം അവിടെ നടപ്പാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ സുപ്രീം കോടതിയുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ അത് ബാധകമായൊരു രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ സുപ്രീം കോടതിയിലെ 9 ജഡ്ജിമാരിൽ 6 പേരും ട്രംപിനെ അനുകൂലിക്കുന്നവരാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല. കാരണം അവിടെ നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, കോടതിയുടെ മുൻ വിധികളൊക്കെ ഉണ്ട്. അവയ്ക്കെല്ലാം അനുസൃതമായ നിലപാട് അവർക്കും സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ അനായാസം അദ്ദേഹത്തിൻ്റെ ഈ വികലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന നയങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴും ഈ സൗഹൃദം നിലനിൽക്കും. ഇന്ത്യയുമായി പ്രകടനപരമായ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ സഹോദരൻ എന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉദാത്തമായ വിളികളുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടോ അവർ സൗഹൃദം പ്രകടിപ്പിക്കുമായിരിക്കും. അതൊക്കെ ഒരു പ്രകടനപരമായ കാര്യങ്ങളായിരിക്കും. അതിനപ്പുറത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ദോഷകരമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ട്രംപിന് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ട്രംപ് അമേരിക്കയിൽ സ്വീകരിക്കുന്ന നയം എന്താണോ അത് തന്നെയല്ലേ നരേന്ദ്രമോദി ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൗരത്വം സംബന്ധിച്ചാണെങ്കിലും കുടിയേറ്റം സംബന്ധിച്ചാണെങ്കിലും ഏത് വിഷയം എടുക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാരലൽ സമാന്തരമായി ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അതാത് രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, മേന്മയ്ക്ക് വേണ്ടിയാണ്, ശാക്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കുമ്പോൾ അത് അവരുടെ മനോഭാവം തന്നെയാണ് നമുക്കും, നമ്മുടെ മനോഭാവം തന്നെയാണ് അവർക്കും എന്നുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. യെസ്, ഏതായാലും ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമായി അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. ടി പി ശ്രീനിവാസൻ സാർ നമുക്കൊപ്പം ചേരും. ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഒരു ഇടവേള. യെസ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് 17 ലക്ഷം ആളുകളാണ് അല്ലെങ്കിൽ 17 ലക്ഷം കുടുംബങ്ങളാണ് അവരുടെ ആരെങ്കിലും അമേരിക്കയിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്നത്. എന്നോടൊപ്പം ശ്രീ ടി പി ശ്രീനിവാസൻ സാർ കൂടി ചേരുന്നു. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ പുതിയ നയങ്ങൾ എത്രമാത്രം ഇന്ത്യയെ പ്രതിസന്ധിയിലെത്തിക്കും? 7,25,000-ഓളം അനധികൃത ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കണക്ക്. 17 ലക്ഷത്തോളം ഇന്ത്യൻ കുടുംബങ്ങൾ പലതരത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ട്രംപ് എന്ന ഒരു പുതിയ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഭരണാധികാരി എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് നമ്മൾ ഭയക്കേണ്ടത്? ശ്രീ ടി പി ശ്രീനിവാസൻ. ഞാൻ പറയായിരുന്നു, അൺപ്രഡിക്റ്റബിലിറ്റി മാത്രമാണ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിനെ പറ്റി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റാഷണൽ ആക്ഷനോ അതുപോലെ ഒരു തോട്ട്ഫുൾ പ്ലാൻ ഒന്നും ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിനെ ഒരു മിസ്റ്റീരിയസ് ഫിഗറായിട്ട് എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതിനോട് റിയാക്ട് ചെയ്യത്തക്കവണ്ണം പോലൊരു സിറ്റുവേഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറയുന്നതായിരിക്കണമെന്നില്ല അദ്ദേഹം നാളെ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. കാനഡയോ പാനമ കനാലിനെയോ ഒക്കെ ഏറ്റെടുക്കാമെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ടൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഞാനൊരു അൺപ്രഡിക്റ്റബിൾ ആളാണ്, എന്റെ താല്പര്യങ്ങൾ ഞാൻ ഏതാണെന്ന് വിചാരിച്ചാൽ അത് നടത്തും. അങ്ങനെ ട്രംപ് എന്നുള്ളത് മാത്രമേ ഒരു സ്ഥിരമായി ഈ സമയത്തുള്ളൂ. മറ്റ് നടപടികളൊന്നും അദ്ദേഹത്തിന്റെ മുമ്പത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബേസ് ചെയ്തൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് സത്യം.
ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇല്ലീഗൽ ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കാം എന്നൊരു പോസിറ്റീവ് ലൈൻ നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. കാരണം എങ്ങനെയാണ് ഇത്രയും ആളുകളെ കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന് അമേരിക്കക്കാർക്ക് അത് പ്രൂവ് ചെയ്യാൻ പോലും സാധ്യമല്ല ഈ ഇന്ത്യക്കാരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയതാണോ എന്ന്. അപ്പൊ അതൊന്നും ഒരു വരാൻ പോകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് യാതൊരു തീർച്ചയായും ഇക്കാര്യങ്ങളിലൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി പ്രവചിക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളൊരു മാറ്റം, നമ്മൾ അമേരിക്കയോടെടുത്ത സമീപനങ്ങളിൽ ഒരു മാറ്റം അങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ചിന്തകൾ ആരംഭിക്കേണ്ട സമയമായോ, അമേരിക്കയെ കൂടുതൽ ഒരു സംശയത്തോടെ നോക്കിക്കാണേണ്ട സമയമായോ, അതോ നമുക്ക് കുറെ കൂടി സമയം അതിന് അനിവാര്യമായി വരുമോ? ഇല്ല, ഒരു കാര്യമേ ഉള്ളൂ സർട്ടനല്ല. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ സന്തോഷിക്കാനുള്ളത്. ഒന്ന്, അദ്ദേഹം യുദ്ധത്തിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പോളിസിയിലുള്ളത്. അതും അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിട്ടില്ല. ഗാസയിലൊരു യുദ്ധവിരാമം ഉണ്ടായത് കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോ അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കിയുള്ളതൊക്കെ വളരെ ഘടിതമായ തരത്തിലുള്ള ചർച്ചകൾ, ഒരു ഡിവൈസീവായിട്ടുള്ള ലോകത്തിനെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമുണ്ടെങ്കിൽ ചൈനയെ റിഫ്രെയിൻ ചെയ്യാൻ ഇന്ത്യയുടെ പ്രാധാന്യമായിരിക്കും നമുക്ക് അദ്ദേഹത്തോട് ഒന്നിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു കാര്യമായി ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. ട്രേഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ലോജിക്കുമില്ല. ട്രേഡ് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ത്രെറ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. മുമ്പ് അദ്ദേഹം ശക്തമായ ഈ കാര്യങ്ങൾ എടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി വേണം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 70,000 ആളുകളെ അല്ലെങ്കിൽ 20 ലക്ഷം ആളുകളെ അയക്കാനോ ഒന്നും നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. നമുക്ക് അതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഇവരൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ. അതുകൊണ്ട് ഇതൊരു അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ മെച്ചപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ ഇവിടെ പലരും അന്ന് ഈ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമായി ഉയർത്തിയത്, ട്രംപ് ചൈനീസ് പ്രീമിയറെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം ഒരു പ്രതിനിധി അയക്കുന്നു, സ്വാഭാവികമായും അമേരിക്ക ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു. പക്ഷേ അത് അങ്ങനെ കാണേണ്ടതില്ല എന്ന തരത്തിൽ വിമർശനങ്ങളും വന്നിരുന്നു. സ്വാഭാവികമായും ഈ അമേരിക്ക ചൈന റിലേഷൻ ഇന്ത്യയെ ഏത് തരത്തിൽ ഭാവിയിൽ ബാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മളോട് കൂടെ തന്നെ നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. 2020 ലോകത്തെ ഏറ്റവും ഒരു രാജ്യം മാത്രമാണ് നമ്മൾ കൂടെ സഹായിക്കുക മാത്രമല്ല, നിൽക്കുക മാത്രമല്ല, പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിയതായി നമുക്കറിയാം. അപ്പൊ ചൈനയുടെ കാര്യത്തിൽ അതുപോലെയാണ് ക്വാഡിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്വാഡ് മീറ്റിംഗ് എന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിക്കുകയുണ്ടായി. അപ്പൊ ക്വാഡിന്റെ കാര്യത്തിൽ ശക്തിപ്പെടുത്തി ഇന്ത്യയെ ഒരു ചൈനയ്ക്കെതിരായി ഒരു ശക്തിയായി മാറ്റണം എന്നുള്ള ഒരു നയം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ശുഭകരമായി തോന്നുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോന്നുമായിട്ട് പ്രത്യേകം റിയാക്ട് ചെയ്യേണ്ടി വരും. ഇതിന്റെ ട്രേഡിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഡിബേറ്റിൽ കേട്ടതുപോലെ വളരെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ജനറൽ കൺസെഷൻ ടാരിഫിന്റെ ഇതെല്ലാം ഒന്നും ഒരു യുദ്ധം കാര്യമായ തരത്തിലാണ് അദ്ദേഹം അതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പോളിസി എല്ലാവരോടും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മളോട് കൂടി തന്നെ നിൽക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നിർമ്മൽ എബ്രഹാം, ഇവിടെ ഒരു വിഷയം മറ്റൊരു തരത്തിൽ ആളുകൾ കാണുന്നുണ്ട്. അതായത് ഒറ്റനോട്ടത്തിൽ ട്രംപിൻ്റെ നയം കുടിയേറ്റ വിരുദ്ധം നമ്മളെ അപായപ്പെടുത്തും അല്ലെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ഒന്നാണ് എന്നൊക്കെ കരുതുന്നവരുണ്ടാകും. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു പരിധിക്കകത്ത് നിർത്താൻ കഴിയും എന്ന് കരുതുന്നവരുമുണ്ട്. ഒരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ സാധ്യമാണ് എന്ന് കരുതുന്നവരുണ്ട്.
ഇന്ത്യൻ IT മേഖലയ്ക്ക് ഒരുപക്ഷെ ഈ ട്രംപ് നിലപാട് കൂടുതൽ കരുത്താകും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഈ ഒരു അത്ര ഗുണകരമല്ലാത്തൊരു സാഹചര്യത്തിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് കുറെ കൂടി ആവേശം പകരുന്നതാകും എന്നൊക്കെ വിശ്വസിക്കാനുള്ള സാധ്യത ശ്രീ നിർമ്മൽ അബ്രഹാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, H1B വിസയുടെ കേസിൽ എനിക്കത് പഴയതിലും നല്ലൊരു നയമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ആളുകൾ റിവേഴ്സ് ട്രെയിൻ എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ പോലും. കാരണം 2020 നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ H1B വിസസ് ടെമ്പററി ആയിട്ട് ബാൻ ചെയ്തൊരു വ്യക്തിയാണ് ട്രംപ്. ഒരു തവണ കൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ H1B വിസ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. അതേ ട്രംപാണ് ഇപ്പം പഴയതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് 65,000 വിസയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് 20,000 വിസയും അങ്ങനെ തന്നെ നിൽക്കട്ടെ, വളരെ നല്ലൊരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞ വ്യക്തി ട്രംപാണ്. അതിന് കാരണം ഒരുപക്ഷെ ഇലോൺ മസ്ക് പോലുള്ള വ്യക്തികളും അതേപോലെ ബിഗ് ടെക് കമ്പനീസും ഒക്കെ അദ്ദേഹത്തോട് ചാഞ്ഞതാകാം. അത് ഒരു റീസൺ ആയി കാണാം. പിന്നെ രണ്ടാമത് സംഭവിക്കില്ലാതെ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ H1B ഇപ്പൊ H1Aയുടെയോ H2Aയും H2B വിസാസ് ഒക്കെ ഉണ്ട്. ട്രംപിന് ഒന്നുകൂടെ പരിചയമുള്ള വിസാസ് അതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം H1Bനെ വല്ലാതെ എതിർത്തത്. കാരണം സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അവിടെ ചെല്ലുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എതിർപ്പ് എന്താണെന്നറിയാം. അതിനൊരു കാരണമുണ്ട്. 3 കമ്പനികൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ട് ഡിസ്നി കമ്പനി ഒർലാൻഡോയിൽ വെച്ച് സംഭവിച്ചത് ഏകദേശം 250ഓളം എംപ്ലോയീസിനെ കമ്പനി പിരിച്ചുവിട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുന്നതിന് മുന്നേ പുതിയതായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 250 എംപ്ലോയീസ് ഉണ്ട്, അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇവരെക്കാൾ സാലറി കുറച്ച് ഇന്ത്യയിൽ നിന്ന് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ എടുത്ത് ഇവരുടെ ജോലി കളയിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം അന്ന് ബാധിച്ചത്. അത് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹം H1B വിസയുടെ കേസിൽ പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. നല്ലൊരു തീരുമാനമാണ്. പിന്നെ 1-2 കാര്യങ്ങളിൽ ഞാൻ ജസ്റ്റ് ട്രംപിനെ അനുകൂലിച്ചുകൂടെ പറയാം. കാരണം എനിക്ക് ഈ ചർച്ച ത്രൂ ഔട്ട് നമ്മൾ ട്രംപിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. 1-2 കാര്യങ്ങൾ റിപ്പബ്ലിക്കൻ പ്രസിഡൻസിന്റെ കേസിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് അധികം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ത്യ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയോടുള്ള എതിർപ്പ് അല്ലെ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് ആണ്, ട്രംപ് പ്രത്യേകിച്ച്. ടെററിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് ആണ്, ട്രംപ് പ്രത്യേകിച്ച്, ജോർജ് ബുഷ് ഉൾപ്പെടെ. അതേപോലെ ഈ പറയുന്ന H1B വിസ കൊണ്ടുവന്നത് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആണ്, ജോർജ് ബുഷ് സീനിയർ ആണ്. 1991 അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. അതിന്റെ ബെനിഫിഷ്യറിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അതേപോലെ ക്വാഡിന്റെ കേസ് നേരത്തെ എടുത്തു പറഞ്ഞു. ക്വാഡിന്റെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബൈഡൻ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആണ്. ബൈഡന് ക്വാഡ് അതിന് പുറകോട്ട് പോകാം. ക്വാഡ് കൊണ്ടുവന്നത് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആണ്. അന്ന് ജോർജ് ബുഷിന്റെ കീഴിൽ ലിസ് ചെയിനി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആണ് 2007 ക്വാഡ് കൊണ്ടുവന്നത്. 2008 ഒബാമ വന്നതോടെ ക്വാഡ് ശരിക്കും പറഞ്ഞാൽ ഡോമന്റ് ആയി, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇല്ലാതായി. അത് കഴിഞ്ഞ് ട്രംപ് വരേണ്ടി വന്നു ക്വാഡിനെ 2017 പൊക്കിക്കൊണ്ട് വരാനായിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പ്രസിഡൻസ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നോക്കിയാൽ ബൈഡൻ 2021 കയറിയപ്പോൾ ക്വാഡിന്റെ ഒരു മീറ്റിംഗ് അദ്ദേഹം വെക്കാൻ തുനിഞ്ഞത്. അന്ന് ഓൺലൈനായിട്ട് ഏത് സമയത്ത് മീറ്റിംഗ് വെക്കാം, കോവിഡിന്റെ സമയമാണ്. 2-2.5 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ക്വാഡിന്റെ ഒരു മീറ്റിംഗിലും കൂടിയത്. ട്രംപിനെ നോക്കിയേ, ജനുവരി 20 ഇനോഗ്രേഷൻ കഴിഞ്ഞ് 21 തന്നെ ക്വാഡിന്റെ മീറ്റിംഗ് അദ്ദേഹം വെച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ കേസിൽ നേരത്തെ TT ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ച പോലെ ഇന്ത്യയാണോ ചൈനയാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപിന് ഏത് ദിവസവും 365 ദിവസത്തിൽ ഏത് ദിവസം എടുത്താലും ഇന്ത്യയാണ് ഭേദം. ആ ഒരു ദാക്ഷിണ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് കാണും. അത് ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു ട്രേഡ് വാർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചൈനയോട് കാണിക്കുന്ന അതേ സമീപനം ഇന്ത്യയോട് അദ്ദേഹം എടുക്കില്ല. ഇതൊരു നെഗോഷിയേഷൻ ടാക്ടിക്കാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പാനമ കനാലിന്റെ കേസും ഗ്രീൻലൻഡിന്റെ കേസും കാനഡ ഒരു സംസ്ഥാനമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് വെറും വിടുവായാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു നെഗോഷിയേഷൻ ടാക്ടിക്കാണ്. അതുകൊണ്ടാണ് നേരത്തെ ഹാർലി ഡേവിഡ്സന്റെ കേസ് വന്നപ്പോൾ മോദി 75% 50% പറയാതെ തന്നെ കുറച്ചു. അതൊരു നെഗോഷിയേഷൻ ടാക്ടിക്കായിരുന്നു. കാരണം നാളെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് മോദിക്ക് തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടായി കാണണം. ഗ്രീൻലൻഡിന്റെ കേസിലും പാനമ കനാലിന്റെ കേസിലും കാനഡയുടെ കേസിലും അദ്ദേഹം ശ്രമിക്കുന്നതാണ്. ഗ്രീൻലൻഡിന്റെ കേസിൽ ഒരിക്കലും അദ്ദേഹം ഗ്രീൻലൻഡിനെ എടുക്കാൻ നോക്കില്ല. പകരം ഇത് പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്നറിയാം, നാളെ ഒരിക്കൽ ഗ്രീൻലൻഡ് സമ്മതിക്കും, അദ്ദേഹം പറയും ഓക്കെ എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളെ ഞാൻ ആധികാരികമായിട്ട് എടുക്കാൻ നോക്കത്തില്ല, പക്ഷെ ഒരു 2-3 ശക്തമായ മിലിറ്ററി ബേസോടെ എനിക്ക് അവിടെ തുടങ്ങണം. കാരണം നാളെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ മിലിറ്ററി ഫോഴ്സോടെ നിങ്ങളെ ഏറ്റെടുക്കാൻ ശ്രമിക്കും. ഡെമോക്രാറ്റിക് അല്ല പറയുന്നത്, പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും ട്രംപിന്റെ നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് ഇതിനെയൊക്കെ കാണാം. സോ ഇന്ത്യക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. H1B വിസയുടെ കേസിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായ നിലപാടെടുത്തു ഇന്ത്യക്ക് നല്ല കാര്യമാണ്. പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കേസോട് പറഞ്ഞേക്കാം. നേരത്തെ 7 ലക്ഷത്തോളം അല്ലെ 7.25 ലക്ഷത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെ ഉണ്ട്. അത് 3 തരത്തിലുള്ള ആൾക്കാരെ, മെക്സിക്കോയിലോ എൽ സാൽവഡോറിലെ പോലെയോ വലിഞ്ഞു കയറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടുതലും ഇവിടുന്ന് വിസ എടുത്ത് അവിടെ പോയിട്ട് വിസയുടെ കാലാവധി തീർന്നിട്ടും അവിടെ തങ്ങി കൂടി നിൽക്കുന്ന ആളുകൾ, സ്റ്റുഡന്റ് വിസ എടുത്ത് പോയിട്ട് പഠനം കഴിഞ്ഞിട്ടും അവിടെ തങ്ങി കൂടി ഒളിച്ചു നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുണ്ട്.
അവർ തിരിച്ചു വരും എന്നല്ലാതെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല. എന്നാൽ ടാരിഫിന്റെ കേസിലും ട്രേഡിന്റെ കേസിലും ബൈഡന്റെ സമയത്ത് തന്നെയാണ്, നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ച പോലെ ബൈഡന്റെ സമയത്ത് ഇന്ത്യയുടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ട്രേഡ് ഇന്ത്യക്ക് ബൂസ്റ്റഡ് ആയിരുന്നു. റുപ്പിയുടെ ഒക്കെ കേസിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് നോക്കിയാലും ആ സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. പക്ഷെ ഇനിയിപ്പം അമേരിക്കയെ മുൻനിർത്തി ട്രംപിന്റെ പോരാട്ടത്തിൽ ഇന്ത്യയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ശരിക്കും ഇന്ത്യയോടുള്ള പകയല്ല, അമേരിക്കയെ മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഇന്ത്യ സഫർ ചെയ്യേണ്ടി വരുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, ഞാൻ ശ്രീ ടി പി ശ്രീനിവാസൻ സാറിലേക്ക് ഒരിക്കൽ കൂടി പോയി വരാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇത് ഒരു മാറുന്ന ലോകക്രമത്തിൻ്റെ സൂചനയായി കാണണോ, അതോ ട്രംപ് എന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാക്കുന്ന മാറ്റമായി കാണണോ? എങ്ങനെയാണ് ഒരു നയതന്ത്ര വിദഗ്ധൻ എന്ന രീതിയിൽ അങ്ങ് ഇതിനെ കാണുന്നത്? ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു ഗ്ലോബൽ കൺസേൺ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് അവരുടെ സിറ്റിസണിൻ്റെ, രാജ്യത്തിലെ പൗരന്മാരുടെ കാര്യങ്ങളിലേക്ക് അവർ ചുരുങ്ങുന്നതിൻ്റെ ഒരു സൂചന കൂടിയായി കാണണോ ട്രംപിൻ്റെ ഈ നിലപാടുകളെ? ഇല്ല, ട്രംപിന്റെ ലോകവീക്ഷണം എന്ന ഒന്ന് നമ്മൾ ഇപ്പോഴും കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിനൊരു ന്യൂ ഗ്ലോബൽ ഓർഡറിനെ പറ്റിയൊന്നും അദ്ദേഹം സംസാരിക്കുന്നില്ല, കോഓപ്പറേഷനെ പറ്റി സംസാരിക്കുന്നില്ല, വിദേശ നയത്തെ പറ്റി പോലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഒന്നും പറഞ്ഞുമില്ല. അപ്പൊ അദ്ദേഹം ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ശക്തനായ ഒരു പ്രസിഡന്റാണ്. അമേരിക്ക വളരെ ശക്തമായ രാജ്യമാണ്, അതിനനുസരിച്ച് ഈ ലോകത്തെ മാറ്റിയെടുക്കും എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അത് അദ്ദേഹം കുറച്ച് ഓവർഡു ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതും പ്രാബല്യത്തിലാകാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ട്രംപിനെ നോക്കേണ്ടത് ഒരു വ്യക്തിത്വത്തിൽ കൂടെ ലോകത്തിനെ സ്വന്തം താല്പര്യങ്ങളനുസരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമല്ലാതെ എല്ലാവരോടും കോഓപ്പറേറ്റ് ചെയ്ത് ഒരു ന്യൂ വേൾഡ് ഓർഡറിനെ സൃഷ്ടിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ആരാണ് എന്ന് കാണിക്കുക, അത് ഏത് കാര്യമെടുത്താലും അത് വളരെ ശക്തമായി വേണ്ടി വന്നാൽ വിവേക് രാമസ്വാമിയെ പുറത്താക്കുക, ഇങ്ങനെ ഒരു ഇംപ്രഷനാണ് അദ്ദേഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ അധികം ആവശ്യത്തിൽ കൂടുതൽ ഇതിനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വരട്ടെ, ഓരോന്നായിട്ട് വരുമ്പോൾ നമുക്കത് കാണാം എന്നുള്ളതേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് സഹായകരമായേക്കാം, ചില കാര്യങ്ങൾ സഹായമല്ലാതായേക്കാം. പക്ഷേ ഒരു ഗ്ലോബൽ ഓർഡർ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഇവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ഞാൻ ഇതിനെ കാണുന്നില്ല. യഥാർത്ഥത്തിന്റെ വ്യക്തിപരമായ ഒരു ഈഗോയിലൂടെ സൃഷ്ടിക്കുന്ന ഒരു ലോകമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതിൽ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അത് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും ഇത് ഷിഫ്റ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യതകൾ. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിലിറ്റി മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. യെസ്, പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഇത് നമ്മൾ അത്ര കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് കരുതി നമുക്ക് ഇരിക്കാൻ കഴിയുമോ? കുറേ കൂടി സമയമെടുത്താൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. ഇത് ഒരു എടുത്തുചാട്ടക്കാരൻ്റെ ചില ആരംഭ ശൂരത്വം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കാര്യങ്ങൾ സ്റ്റെബിലൈസ് ആകും, വരുമ്പോൾ നമുക്ക് നേരിടാവുന്ന തരത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന തരത്തിൽ ഇതിനെ കാണണം. അതോ നമ്മൾ കുറേ കൂടി ജാഗരൂകരായി ഇരിക്കുകയും മറ്റൊരു സാധ്യതകളെ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയും വേണം എന്ന വാദമാണോ താങ്കൾക്കുള്ളത്? നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും ലോകത്തെ ഏറ്റവും ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയും. നമ്മുടെ ഏതെങ്കിലും ഒരു പാനാമ എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലെ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലെ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി ചെയ്യുന്ന നടപടിയെപ്പോലെ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്ന നടപടിയെ കാണാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം 90 ദിവസത്തേക്ക് അന്തർദേശീയ സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 90 ദിവസത്തേക്ക്. ഈ 90 ദിവസത്തേക്കുള്ള സാമ്പത്തിക സഹായം നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ അതുൽ ഗവാണ്ടെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പൊതുജനാരോഗ്യ പ്രവർത്തകൻ പറയുന്നു, ഇത് അതിഭയങ്കരമായ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പോളിയോ വാക്സിനുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്തിവെക്കേണ്ടി വരും, മന്ദരോഗ നിർമ്മാർജ്ജനം നിർത്തിവെക്കേണ്ടി വരും, HIV രോഗബാധിതർക്ക് കൊടുത്തത് നിർത്തിവെക്കേണ്ടി വരും. 65 ലക്ഷം കുട്ടികളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഈ തരത്തിൽ
ഭയങ്കരമായ പ്രതിസന്ധി ഈ 90 ദിവസത്തിനുള്ളിൽ ഈ സാമ്പത്തിക സഹായം നിർത്തിവെച്ചാൽ തന്നെ അന്തർദേശീയ സംഘടനകൾക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ നിൽക്കുന്നു. 90 ദിവസം കൊണ്ടുണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതിന് പുറമെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2015 ഒബാമ ഇറാനുമായി ചേർന്നിട്ട് ഒരു ആണവ കരാറുണ്ടാക്കുന്നു. ആണവ കരാർ ഉണ്ടാക്കിയതിനാ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു കരാറാണ്. വാസ്തവത്തിൽ ലോകത്തിലെ മുഴുവൻ ശക്തികളും രാഷ്ട്രങ്ങളും അതിനെ സ്വാഗതം ചെയ്തു. 2018 ട്രംപ് വന്നപ്പോൾ എന്താ ചെയ്തത്? ട്രംപ് വന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് പിന്മാറി. ട്രംപ് അതിൽ നിന്ന് പിന്മാറിയതിൻ്റെ വാസ്തവത്തിൽ ട്രംപ് അതിൽ നിന്ന് പിന്മാറിയതോട് കൂടിയിട്ടാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭൂമിയായി മാറാൻ തുടങ്ങിയത്. കാരണം അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് അവർ സാമ്പത്തികമായി പ്രതിസന്ധിയാകാൻ തുടങ്ങി. ഇസ്രായേൽ അതിനെ എല്ലാ തരത്തിലും ഇറാൻ കരാറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള ഒരു ശത്രുത ഇറാന് വർദ്ധിക്കാനും അങ്ങനെ ഇറാനെ ശത്രുക്കളായി നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇസ്രായേലിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താമോ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഹമാസുകളെയും ഹെസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ ശക്തിപ്പെടുത്തി ഇറാൻ ആയുധം നൽകി അവസാനം 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തുന്ന സ്ഥിതി വന്നത്. അപ്പം അതുകൊണ്ട് അത് മാത്രമാണോ ഈ കരാറിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഇറാനിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങിക്കാൻ കഴിയാതെ വന്നു. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ വലിയ രീതിയിൽ ബാധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരു ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് പോലെയുള്ള ഒരാൾ ചെയ്യുന്ന നടപടികളെ അങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്നൊക്കെ പിന്മാറി. കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന പ്രശ്നം? കാലാവസ്ഥാ വ്യതിയാനത്തെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വരുത്തി വെച്ചതാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നം. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന 3-ാം ലോക രാജ്യങ്ങളെ സഹായിക്കേണ്ട, സാമ്പത്തികമായി സഹായിക്കേണ്ട, സാങ്കേതികമായി സഹായിക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നതോടെ എന്താ സംഭവിക്കുന്നത്? അവർ നൽകേണ്ട സാമ്പത്തിക സഹായം നൽകില്ലെന്ന് മാത്രമല്ല, സാമ്പത്തിക സഹായം നൽകാൻ നിൽക്കുന്ന രാജ്യങ്ങൾ കൂടി അമേരിക്ക നൽകുന്നില്ലല്ലോ, ഇനി ഞങ്ങൾ നൽകേണ്ട എന്നുള്ള തരത്തിലേക്ക് അത് വരും. അതുമാത്രമാണോ? അദ്ദേഹം ഈ ഒരു സ്റ്റെഫാനി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത്. അവരുടെ നിലപാടെന്താ? ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു കാരണവശാലും സാമ്പത്തിക സഹായം നൽകാൻ പാടില്ലെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ആളാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞ അന്തർദേശീയ സംഘടനകളുടെ WTOയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു, WHOയിൽ നിന്ന് ഹൂവിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. അതായത് ലോകത്തെ ഇപ്പോൾ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അന്തർദേശീയ സംഘടനകളിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്ന ഒരു നയം സ്വാഭാവികമായിട്ടും ലോകത്തെ വളരെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ പ്രസിഡന്റ് കാലാവധി അദ്ദേഹം ചെയ്യുന്ന ഓരോ നടപടിക്രമങ്ങളും ഇപ്പം നമ്മൾ നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം യൂണിഫയറോ പീസ് മേക്കറാണോ? അദ്ദേഹം പറയാണ് പാനമ കനാൽ 1914 അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചതാണത്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറ്റി ചർച്ചകളിലൂടെ 1977 അമേരിക്ക പാനമ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്, ഒരു ചെറിയ രാഷ്ട്രത്തിന് കൈമാറി. അത് 1991 അത് പെർമനൻറ്റ് നേച്ചറിലേക്ക് മാറി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ചൈനയാണ് പാനമ കനാൽ നിയന്ത്രിക്കുന്നത്. ഞങ്ങളുടെ കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കും വലിയ BC ഈടാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാനമ കനാൽ പിടിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ, ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ഒരു കനാല് ഞങ്ങൾ വന്ന് പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് ഒരു പീസ് മേക്കറുടെ ലക്ഷണമാണോ? ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ആലോചിച്ച് നോക്കി, ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് പ്രദേശമാണ്, സ്വതന്ത്ര ഭരണ പ്രദേശമാണ്. ആ സ്വതന്ത്ര ഭരണ പ്രദേശം പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് ഡെൻമാർക്കാരാണ്. ഡെൻമാർക്ക് നാറ്റോയിലെ അംഗമാണ്, അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയിലെ അംഗമാണ്, യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്, ഇവരുടെ സഖ്യകക്ഷിയാണ്. അങ്ങനെ അമേരിക്കയുടെ സഖ്യകക്ഷി പോലുമായിട്ടുള്ള ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തൊട്ടയലത്ത് കിടക്കുന്ന കാനഡ എന്ന് പറയുന്ന രാജ്യം, G7 എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട 7 സാമ്പത്തിക രാഷ്ട്രങ്ങളിൽ ഒന്നാണ് കാനഡ. ആ കാനഡയെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഒരു പീസ് മേക്കറും ഒരു യൂണിഫയറും ചെയ്യുന്നത്? എന്നതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പുറമേക്ക് പറയുന്നത് ഒന്നുമല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്ത കരാർ ഉണ്ടായ സന്ദർഭത്തിൽ പോലും അദ്ദേഹം പറയുന്നത് എന്താണ്? ഇനി ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലമൊന്നും വേണ്ട, അവിടുത്തെ ആൾക്കാരൊന്നും വേണ്ട, അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ, പറ്റുമെങ്കിൽ 1ാമത്തെ ദിവസം തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ വെടിനിർത്തൽ അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹത്തിൻ്റെ സ്വാധീനം അതിനകത്ത് ഉണ്ട്, അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും അദ്ദേഹം ഒരു പക്ഷേ നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ സമാധാനം എന്ന് പറയുന്ന സംഭവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ അമിതമായ ആഗ്രഹമല്ല. അദ്ദേഹം 2016-20 കാലഘട്ടത്തിൽ ഇരുന്നപ്പോൾ നോർത്ത് കൊറിയ, വടക്കൻ കൊറിയയുമായിട്ടൊരു ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് അവിടെ സമാധാനം ഉറപ്പാക്കിക്കൊണ്ട്, അവർ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനം ഉറപ്പാക്കിക്കൊണ്ട് ഒരു നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള തരപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കി. അത് നടന്നില്ല. ഇനി ഇസ്രായേൽ പാലസ്തീൻ വെടിനിർത്തലിലൂടെയും റഷ്യ ഉക്രൈൻ വെടിനിർത്തലിലൂടെയും അത് ഉറപ്പാക്കിയാൽ ഒരു സമാധാന നൊബേൽ സമ്മാനം കൂടി നേടിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു മിനിമം പരിപാടിയല്ലാതെ ഈ ലോകത്തൊട്ടാകെ സമാധാനം ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തെ ഒട്ടാകെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യെസ്, ശ്രീ ടി പി ശ്രീനിവാസൻ, ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഈ സാമ്പത്തിക സഹായം നിർത്തുന്നതോടെ അത് വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്നു. USAIDയുടെ ഫണ്ടുകൾ തടയപ്പെടുന്നു. അഗ്രികൾച്ചർ, അതുപോലെ ഊർജം തുടങ്ങിയ ഒട്ടനവധി മേഖലകളെ അത് ബാധിക്കുന്നു. HIV പോലുള്ള രോഗങ്ങൾ തടയാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ അത് എത്ര കണ്ട് ബാധിക്കും എന്ന് പ്രൊഫസർ ജോസഫ് ആൻ്റണി വ്യക്തമാക്കുന്നു. ബേസിക് ഹെൽത്തിൻ്റെ തന്നെ ഒരു 42.9 മില്യൺ ഡോളറിൻ്റെ ഒരു കുറവ് സംഭവിക്കും എന്നാണ് പറയുന്നത്. മെറ്റേണിറ്റി, ചൈൽഡ് ഹെൽത്ത്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒട്ടനവധി മേഖലകളിലേക്ക് ഈ വിഷയം വരും. ഇദ്ദേഹം തൽക്കാലം ചില യുദ്ധങ്ങൾ നിർത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വരാനിരിക്കുന്ന വലിയ യുദ്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടണം എന്നുകൂടിയാണ് പ്രൊഫസർ ജോസഫ് ആൻ്റണി പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ ടി പി ശ്രീനിവാസൻ, അങ്ങനെ എന്തെങ്കിലും ആശങ്ക കാണേണ്ടതുണ്ടോ നമ്മൾ? ഇത് താൽക്കാലികമായ യുദ്ധം നിർത്തിയാലും വലിയ യുദ്ധം വരാനിരിക്കുന്നുവെന്ന് ഭയക്കേണ്ടതുണ്ടോ? ആശങ്കയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആശയം കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ജോസഫ് ആൻ്റണി പറയുന്ന പോലെ നമ്മളിങ്ങനെ പരാതി പറഞ്ഞതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു ഷോക്ക് ആൻഡ് ഓ സൃഷ്ടിക്കുകയാണ്. ലോകത്ത് മുഴുവൻ അതിശയിപ്പിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുള്ള അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, അദ്ദേഹത്തിന്റെ ഡോമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ അങ്ങനെ നശിപ്പിക്കാനോ ഇപ്പൊ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നശിപ്പിക്കാനോ സാധ്യമല്ല. കാരണം അതിനൊക്കെ ഒരു റാഷണാലുണ്ട്, അതിന് അമേരിക്ക ചില കമ്മിറ്റ്മെന്റുകളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഷോക്ക് ആൻഡ് ഓ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോ മുമ്പ് അദ്ദേഹം യുനെസ്കോയിൽ നിന്ന്, അമേരിക്ക യുനെസ്കോയിൽ നിന്ന് വിട്ടുപോയി. അതുപോലെ പാരീസ് എഗ്രിമെന്റ് ഉണ്ടായിട്ട് എന്താണ് ലോകത്തിന് ഗുണമുണ്ടായത്? പാരീസ് എഗ്രിമെന്റ് ഇപ്പോൾ ഒരു തരത്തിലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള സ്ഥിതി വെച്ചിട്ട് നമ്മൾ അതിന്റെ ആ റൂട്ട് തന്നെ മാറ്റിക്കഴിഞ്ഞില്ലേ. ഇപ്പൊ പാരീസ് എഗ്രിമെന്റിന്റെ യൂണിലാറ്ററൽ അല്ലെങ്കിൽ ഡിക്ലറേഷൻസ് കൊണ്ടല്ല ഇപ്പോൾ ലോകം ക്ലൈമറ്റ് ചേഞ്ചിനെ മീറ്റ് ചെയ്യുന്നത്, മറ്റൊരു തരത്തിലാണ്. ഇപ്പോ ന്യൂട്രാലിറ്റി, കാർബൺ ന്യൂട്രാലിറ്റി ഉള്ള വർഷങ്ങൾ സൃഷ്ടിക്കാനാണ്. അതും പാരീസ് എഗ്രിമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. പാരീസ് എഗ്രിമെന്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കളിപ്പിക്കൽ തന്നെ ആയിരുന്നു ലോകത്തിന്. അതിൽ നിന്ന് എങ്ങനെ സൃഷ്ടിക്കും? എങ്ങനെയാണ് 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുക? അപ്പൊ ഇതെല്ലാം വളരെയധികം കഥകളുണ്ട്, പലതരത്തിലുള്ള ചരിത്രമുണ്ട്. അതൊന്നും ഒരു വ്യക്തിക്ക് മാറ്റാൻ കഴിയുകയില്ല. പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നത് സ്വന്തം പൊസിഷൻ എസ്റ്റാബ്ലിഷ്, അത് മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ. ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ സെക്കൻഡ് ഫേസിലായിരിക്കും അദ്ദേഹം കുറെ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള തരത്തിലുള്ള ഇടപാടുകൾ എടുക്കുക. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അതിനെപ്പറ്റി പരാതിപ്പെടുകയല്ല നമ്മളിപ്പോൾ വേണ്ടത്. റാഷണൽ സ്ഥിതിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. യെസ്, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഉപസംഹരിക്കാം. ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന നിലയിൽ ഇന്ത്യ എടുക്കുന്ന ഒരു അമേരിക്കയ്ക്ക് നേരെ എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയ നിലപാടിൽ ഇന്ത്യ എന്ന ഭരണകൂടത്തിന് വലിയ മാറ്റം വരുത്തേണ്ടതുണ്ടോ? അല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് അത് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്നാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ മുൻപ് കാണാത്തതുപോലെ ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി തീർത്തും വ്യക്തിപരം എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള സൗഹൃദം, അടുത്ത ബന്ധം നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളിലേക്ക് അമേരിക്ക എത്തിച്ചേരും ട്രംപിൻ്റെ നയങ്ങൾ ഇന്ത്യക്ക് അത്ര ഗുണകരമാവില്ല എന്ന ആശങ്കയാണ് ഈ ചർച്ചയിൽ എല്ലാവരും തന്നെ പങ്കുവച്ചിരിക്കുന്നത്.
അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ലോക പോലീസ് എന്നൊരു നാട്യമൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അതൊന്നും ലോകം അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ട്രംപ്, അൺപ്രഡിക്റ്റബിൾ ആയ ട്രംപ് നാളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. പക്ഷേ എങ്ങനെയായാലും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ മൊത്തം നയങ്ങളെയും എല്ലാം ഒരു വ്യക്തിക്ക്, അത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും, മാറ്റാൻ കഴിയില്ല എന്ന് ശ്രീ TP ശ്രീനിവാസൻ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഏറ്റവും സമാശ്വാസകരമായ കാര്യം, എത്ര ഭ്രാന്തമായ മനസ്സോടെ വൈറ്റ് ഹൗസിൽ ഒരു പ്രസിഡന്റ് എത്തിയാലും 4ാമത്തെ വർഷം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളത് അത് വലിയൊരു നേട്ടമാണ്. അതുതന്നെയാണ് അമേരിക്കയുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത്. ആ കരുത്തിൽ ലോകത്തിന് ഇനിയും വിശ്വസിക്കാനുള്ള ഇടമുണ്ട്, സാധ്യതയുമുണ്ട്. യെസ്, അതാണ് ഒരു പുതിയ ലോകക്രമത്തിൻ്റെ തുടക്കമാണോ ട്രംപിൻ്റെ വരവ് എന്ന ചർച്ചകൾ കൂടി അങ്ങനെ സജീവമാവുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കീർണമായ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ അത് നോക്കിക്കാണുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു നയതന്ത്ര ബന്ധം മുന്നോട്ട് പോകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയും ചെയ്തത്. ഏതായാലും വളരെ നന്ദി. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TP ശ്രീനിവാസൻ, ഒപ്പം സെബാസ്റ്റ്യൻ പോൾ, പ്രൊഫസർ ജോസഫ് ആൻ്റണി ആൻഡ് നിർമ്മൽ എബ്രഹാം. താങ്ക് യു സോ മച്ച്.